കേട്ടോ. അതിന് മുന്നേ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഹോസ്പിറ്റലിൽ ശരിയാവും. ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞങ്ങളൊരു ചെറിയ ട്രാവൽ ബ്ലോഗാണ്, അങ്ങനെയൊക്കെ പറയാം അല്ലേ. അതിനും രാവിലെ കുട്ടിക്ക് ഒരു മൂഡ് ഓഫ് ആണ്, എന്താണെന്നറിയില്ല. സേ ഹായ് ഹായ് വരെ ഹൈനോ. മൂടില്ല. ഞങ്ങളെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകട്ടെ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ത്രോട്ടിനൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ഒന്ന് ആശുപത്രി കാണിക്കണം. അത് കഴിഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് ബസ് കയറിയിട്ട് അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ്. ശ്രീകണ്ഠപുരം. അന്നേരം ഇപ്പോൾ സമയം 10 മണിയായി. ഇനിയും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അമ്മയ്ക്ക് ഇന്ന് ഓണാഘോഷമാണ് പണിയെടുക്കുന്നിടത്ത്. അന്നേരം അമ്മ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹൈനിങ്ങോട്ട് നോക്കിയേ, കുരുത്തക്കേടാണ് കേട്ടാ. ഇവിടെ ഒരു ബ്രാൻഡഡ് ടീഷർട്ട് വാങ്ങിയിട്ട് അതിന്റെ പരസ്യം കാണിക്കാം കേട്ടോ. എന്താണ് അതിന്റെ പേര്? ബെനറ്റില്ലോ അങ്ങനെ എന്തോ ആണ്. അമ്മ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേനെ സമയം 10:38 കേട്ടോ. കണ്ടോ, ഞങ്ങൾ കുറച്ച് നടന്നു. ചെറിയ ചാറ്റൽ മഴ ഉണ്ട്. അന്നേരം ഹൈനൂന് ക്യാപിറ്റ് കൊണ്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ചെറിയ ചാറ്റൽ മഴ. അന്നേരം ഇന്ന് മഴ പെയ്യുമെന്നൊന്നും അറിയില്ല. അന്നേരം ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാത്തിക്കാണേ. ഇതൊക്കെ എന്തൊരു വലിയ ഒച്ചാന്ന് എൻ്റെ അമ്മേ, വലിയ ഒച്ച. മഴ പെയ്തിട്ടുണ്ടോ റോഡുമല്ലെല്ലാം? വെള്ളം നിൽക്കുന്നില്ലല്ലോ. ഓണം വെള്ളത്തിലാവുമെന്ന് പറയാൻ കഴിയില്ല. ഹൈനൂന് ഇന്ന് രാവിലെ നല്ലൊരു മൂടൊന്നല്ല കേട്ടോ. എന്തോ ഒരു ഇടങ്ങേറ് പിടിച്ച കരച്ചിലും കാര്യങ്ങളാണ്. ഒരു ഓട്ടോ വരുന്നുണ്ട്, പക്ഷേ നമ്മളൊരു ഓട്ടോ വിളിച്ചു. അതുകൊണ്ട് അതിന് പോകാൻ കഴിയില്ല. ആ ഓട്ടോയിൽ ആളുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മളെന്തായാലും ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ വരും. ഓട്ടോ നോക്കി വെക്കാം കേട്ടോ ഹൈനു. ഇതാണ് അമ്മേൻ്റെ ഓണപ്പരിപാടീൻ്റെ ഡ്രസ്സ്. അമ്മ എനിക്ക് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചുരിദാറിൻ്റെ സെറ്റൊക്കെ എടുത്ത് തന്നിട്ട്. അടിച്ച് കിട്ടുമെന്നൊന്നും അറിയില്ല. അടിച്ച് കിട്ടിയാൽ നമ്മൾ ഓണത്തിന് അതായിരിക്കും കേട്ടോ ഇത്. പിന്നെ കാട്ടിൽ കാക്കപ്പൂ. നിങ്ങളുടെ നാട്ടിൽ ഈ പൂവിന് എന്താ പറയാന്നൊന്ന് കമന്റ്. അങ്ങനെ നമ്മുടെ ഓട്ടോ ഇങ്ങ് എത്തിയേട്ടാ. വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ കിട്ടിയ ബസ്സിനും കയറി ഞങ്ങൾ നേരെ കണ്ണൂർ ആശുപത്രിയിലേക്ക് പോയി കേട്ടോ. ടോക്കൺ 318 എനിക്ക് കിട്ടിയത്. അങ്ങനെ കാണിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തന്നെ കണ്ണൂർ ആശുപത്രിയുടെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡും കഴിച്ച് നേരെ ഓട്ടോ കയറി കേട്ടോ. അമ്മ എന്നോട് പറഞ്ഞു, നീ പോയിക്കോ, നല്ല ബ്ലോക്കാണ്, എനിക്ക് ഓണാഘോഷ പരിപാടിക്ക് പോകണം. അന്നേരം നീ ഒറ്റയ്ക്ക് ബസ് കയറിയിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പോയിക്കോളാം. പിന്നെ അമ്മ പറഞ്ഞു, അല്ലേ ഞാനും കൂടി വരാം, ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ഓണമൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ 2 ദിവസം കൂടിയാലേ ഉള്ളൂ. 2 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഓണെങ്കിൽ എത്തിയില്ലേ, അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഓട്ടോ സ്റ്റാൻഡിലൊരു ഓട്ടോ പോലും ഉണ്ടായില്ല, കാരണം അത്രയ്ക്ക് ബ്ലോക്കാണ്. അന്നേരം ആരെയും അവിടെ കാണാനില്ല ഓട്ടോ സ്റ്റാൻഡിൽ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത്, 10 മിനിറ്റല്ല അതിൽ കൂടുതൽ മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ഓട്ടോ കിട്ടിയത്. നോക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര ബ്ലോക്ക്. അമ്മക്കാണെങ്കിൽ വേഗം തന്നെ പരിപാടി നടക്കുന്നിടത്തേക്ക് പോകണം. അമ്മയ്ക്കിന്ന് ഓണാഘോഷമല്ലേ. അമ്മേനോട് നീ ഒറ്റയ്ക്ക് പോകില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോളാം, പ്രശ്നമൊന്നുമില്ല, അമ്മ പോയിക്കോന്ന്. പക്ഷെ അമ്മ പറഞ്ഞു ഞാൻ ബസ് കയറ്റിയിട്ട് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ചേട്ടൻ വേറൊരു വഴി കൂടിയാണ് പോയത്. അങ്ങനെ വേഗം ഞങ്ങൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. പുതിയ സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ ബസ് കയറുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗം തന്നെ ബസ് കയറി. അമ്മ അവിടെ കൊണ്ടുവിട്ടു. എന്നിട്ട് അമ്മ നേരെ പോയി കേട്ടോ. അന്നേരം നോക്കുമ്പോൾ 1:50 ബസ് വിടുക. അന്നേരം കുറേ നേരം ഞാനും ഹൈനും കൂടി ബസ്സിലിരുന്ന് കുറച്ച് നേരം കളിച്ചു. പിന്നെ അവന് ഫുഡൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബിരിയാണി കഴിച്ചായിരുന്നു, എന്നാലും ഓന് സ്നാക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബസ്സിലെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് ഞാനും ഹൈനുമാണ്. ഫസ്റ്റ് ഞങ്ങളാണ് വന്ന് ബസ്സിലിരുന്നത്. നോക്കുമ്പോൾ ബസ്സിൽ അവരെന്തൊക്കെയോ അല്ലറ ചില്ലറ പണികളൊക്കെ ബസ്സിൻ്റെ എടുക്കുന്നുണ്ടായിരുന്നു. വർക്ക്ഷോപ്പിൻ്റെ അടുത്താണ് ബസ് നിർത്തിയിട്ടത്, ബസ് സ്റ്റോപ്പിൽ തന്നെ. അന്നേരം അവരെന്തോ ടയറിനൊക്കെ കാറ്റടിക്കുക എന്തൊക്കെയോ പരിപാടിയൊക്കെ ആയിരുന്നു. ഹൈനും അതിൻ്റെ ഇടയ്ക്ക് ചെരുപ്പൊക്കെ ഊരിയിട്ട് കളിക്കുകയാണ്.
ഇനിയിപ്പോൾ പോകുമ്പോൾ എന്താ അവസ്ഥ എന്ന് പറയാൻ കഴിയില്ല. നല്ല ബ്ലോക്ക് ആകുമെന്നൊരു പേടിയുണ്ട്. കാരണം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് സ്റ്റാൻഡിലേക്ക് വരുന്ന ടൈമിൽ തന്നെ നല്ല ബ്ലോക്കല്ലേ, അതുകൊണ്ട് ബ്ലോക്ക് ആവുമോ എന്താണെന്നൊന്നും അറിയില്ല. എല്ലാം ഒരു ശുഭപ്രതീക്ഷയിലാണ് പോകുന്നത്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. കുട പോലും എടുത്തില്ല. വഴി മുഴുവൻ പൂക്കച്ചവടക്കാരെ കൊണ്ട് നിറച്ച് പൂക്കച്ചവടക്കാർ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. പല പല വെറൈറ്റി പൂക്കൾ നിറച്ചും റോഡ് സൈഡ് ഫുള്ള് കാണാൻ. അതെങ്ങനെ ഇപ്പോൾ നിങ്ങളെ പറഞ്ഞറിയിക്കണ്ടേന്ന് പോലും അറിയില്ല. അത്രയും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. നിറച്ച് പൂക്കൾ. കൂടുതലും വിപണി ഇപ്രാവശ്യം പൂക്കളെയാണെന്ന് തോന്നുന്നു ഉള്ളത്. സാധാരണ സ്റ്റേഡിയത്തിൽ കുറേ അധികം കച്ചവടക്കാർ വരും, പക്ഷേ ഇപ്രാവശ്യം കൂടുതലും പൂക്കളാണെന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ഓണത്തിന് വിഷുവിനൊക്കെ ഈ സ്റ്റേഡിയം കണ്ണൂർ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഞാനും അമ്മയൊക്കെ ഈവനിങ്ങിന് ഇങ്ങനെ വരും കേട്ടോ. അന്നേരം ഇന്ന് നല്ല തിരക്കായിരുന്നു. ഓണത്തിന് ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. 3:50 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇനിയിപ്പം ഞങ്ങൾ ചെളിമ്പറമ്പ് എത്തും കേട്ടോ. ചെളിമ്പറമ്പ് നിന്ന് അമ്മമ്മേൻ്റെ അടുത്തേക്ക് പിന്നെ ഓട്ടോ പിടിച്ച് പോകാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് കുറച്ചൊക്കെ ടയേർഡാണ്. ഞാൻ അന്നേരം വീട്ടിൽ വിളിച്ച് പറഞ്ഞായിരുന്നു എനിക്കിങ്ങനെ ബസ് കിട്ടി, ഞാൻ ബസ് കയറിയെന്ന് ബ്രദറിനെ വിളിച്ച് പറഞ്ഞു കേട്ടോ. കണ്ണൂർ ഫെയറും കൂടി ഉണ്ട് കേട്ടോ. ഫെയറിന് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം നമ്മൾ 2 ദിവസം മുന്നേ അല്ല ഇന്നലെ മിഞ്ഞാന്നാന്ന് തോന്നുന്നു, മിഞ്ഞാന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ. അന്നേരം ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം ഇപ്പോൾ ഓണം വെള്ളം കൊണ്ടുപോകുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ മഴ പെയ്യാണ്. എന്താ വെച്ചാൽ പൂക്കളൊക്കെ ചെയ്യില്ലേ, അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഈ പൂക്കച്ചവടക്കാരെയൊക്കെ അത് വല്ലാതെ ബാധിക്കും കേട്ടോ. അതിനുവാണെങ്കിൽ ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. അടുത്ത സീറ്റിലുള്ളവരൊക്കെ തോണ്ടി വിളിക്കുക, അങ്ങനെ ചില കലാപരിപാടികളിൽ അവൻ ഏർപ്പെട്ടിരിക്കുകയാണ്. ബ്ലോക്ക് ഉണ്ട് കേട്ടോ. എന്നാലും കണ്ണൂർ നല്ല ബ്ലോക്കാണ്. അങ്ങനെ ഞങ്ങൾ ഇരിക്കൂർ എത്തി കേട്ടോ. ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ ഓണാഘോഷ പരിപാടീൻ്റെ എല്ലാം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. ഇരിക്കൂർ ഇങ്ങോട്ടേക്കെല്ലാം നല്ല മഴയാണ്. എന്നുവെച്ചാൽ റോഡിലെല്ലാം വെള്ളം വീണ് ഫുൾ ചെളിയൊക്കെയാണ് കേട്ടോ. പിന്നെ നല്ല മഴ പെയ്തോണ്ടേ ഇങ്ങോട്ടൊക്കെ നല്ല മഴയാണ്. വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അമ്മമ്മേൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.